ഒടുവിൽ കുറന്തോട്ടിക്കും വാദമെന്ന് ചേർന്ന് കിടക്കുന്നത് ഇ.ഡി. അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ്. കേസൊതുക്കാൻ കോഴ വാങ്ങിയ സംഭവത്തിൽ ഇ.ഡി. ഉന്നത ഉദ്യോഗസ്ഥൻ പ്രതിപ്പട്ടികയിലെത്തിയിരിക്കുകയാണ്. ഇ.ഡി. കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് രജിസ്റ്റർ ചെയ്തത് 2 കോടിയുടെ കൈക്കൂലി കേസാണ്. കേസിലെ 2ാം പ്രതി വിൻസെന്റ് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് നീക്കം. ഇതോടെ ഇ.ഡി. പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. പ്രതിപക്ഷ കക്ഷികളുടെ അഴിമതി എന്ന് തീർത്ത് കേൾക്കുന്നതിന് മുമ്പ് ഓടിയെത്തുന്ന സംഘമാണ് ഇ.ഡി. ഒടുവിൽ എമ്പുരാൻ സിനിമാ വിവാദത്തിന് പിന്നാലെ ഇ.ഡി. നടത്തിയ നടപടികളും നാം കണ്ടതാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലം മുതൽ വിവിധ കേസുകളിൽ സംസ്ഥാനത്ത് സജീവ ഇടപെടൽ നടത്തുന്ന ഇ.ഡിക്ക് ഇപ്പോഴത്തെ കോഴ വിവാദം കനത്ത തിരിച്ചടിയാണ്. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കൊപ്പം മറ്റ് സ്വാധീനങ്ങൾക്കും വഴങ്ങിയാണ് ഇ.ഡി. നീക്കമെന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആരോപണത്തിന് ലഭിച്ച പിടിവള്ളി കൂടിയാണ് ഈ സംഭവം. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നടന്ന നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലും പിന്നീട് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും ഇ.ഡി. നടപടികൾ സംസ്ഥാന സർക്കാരിനും CPM-നും വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. പ്രമുഖ CPM നേതാക്കൾ അടക്കം പലവട്ടം ചോദ്യം ചെയ്യലിന് ഇ.ഡിക്ക് മുന്നിൽ ഹാജരാവുകയും ചെയ്തിരുന്നു. ഇതിനിടെ BJP നേതാക്കൾ പ്രതിപ്പട്ടികയിൽ വന്ന കൊടകര കുഴൽപ്പണക്കേസിൽ BJPക്ക് ഇ.ഡി. ക്ലീൻ ചിറ്റ് നൽകിയത് ഏറെ വിവാദമായിരുന്നു. കുഴൽപ്പണം BJP ഓഫീസിലെത്തിച്ചാണ് കടത്തിയതെന്ന മുൻ BJP നേതാവ് തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ നിലനിൽക്കെയാണ് കേസൊതുക്കാൻ 2 കോടി കോഴ ആവശ്യപ്പെട്ട 2 ഇ.ഡി. ഏജന്റുമാർ വിജിലൻസിന്റെ വലയിലായത്. ദിവസങ്ങൾ നീണ്ട നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് തമ്മനം സ്വദേശി വിൻസെന്റ്, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെ അന്വേഷണ സംഘം പിടികൂടിയത്. പിന്നാലെ കൂട്ടുപ്രതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യറും പിടിയിലായി. കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ പങ്കും വെളിച്ചത്തായത്. പിടിയിലായ മുരളി മുകേഷിന് ഇ.ഡി. ഓഫീസിലെ പല ഉദ്യോഗസ്ഥരുമായും ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകട്ടെ സാമ്പത്തിക കേസുകളിൽ ഇ.ഡി. ഓഫീസിൽ നിരന്തരം ഹാജരാകുന്ന വ്യക്തി കൂടിയാണ്. പിടിയിലായ 3 പേർക്കും ഇ.ഡി. ഓഫീസുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി പ്രതികളുടെ ബാങ്ക് ഇടപാടുകൾ, മൊബൈൽ ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇതിന് ശേഷമാകും ഇ.ഡി. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതടക്കം നടപടികളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഇതേസമയം കേസൊതുക്കാൻ കോഴ ആവശ്യപ്പെട്ടത് സംബന്ധിച്ച കൂടുതൽ പരാതികളും ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്നുണ്ട്. ഇപ്പോൾ പുറത്തു ലഭിക്കുന്ന വിവരം മാത്രമാണിത്. പുറം ലോകമറിയാത്ത എത്ര ഭീഷണിക്കോഴകൾ നടന്നിരിക്കാം.